So in the last class, we have seen how to plot points. Now we will see another question. Suppose again ഇവിടെ നമുക്ക് കുറച്ച് plotting വരും. Okay. So example 4 ആണ്. Suppose we have to plot r theta such that 0 less than or equal to r less than 2, less than or equal to 2, and 0 less than or equal to theta less than pi. Again, നമുക്കിവിടെ പ്ലോട്ടിംഗ് ആണ്. So the question is, describe the set of points whose polar coordinates satisfy this equation. നമുക്ക് polar coordinates നമ്മൾ പറഞ്ഞു r theta ആണ്. ഇത് geometrically എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. r varies from 0 to 2 and theta varies from 0 to pi. ഇത് എന്താണെന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ r ആദ്യം 0 ആവുന്നു, പിന്നെ ആറിന്റെ വാല്യൂ കൂടി കൂടി 2 വരെ എത്തുന്നു. രണ്ട് ഭാഗത്തും ഇക്വാലിറ്റി ഉണ്ട്. അതേപോലെ തീറ്റ ആദ്യം 0 ആവുന്നു, തീറ്റയുടെ വാല്യൂ കൂടി കൂടി പൈ വരെ എത്തുന്നു. പൈ ഇസ് നോട്ട് ഇൻക്ലൂഡഡ്, കാരണം ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ ടു 0ഉം തീറ്റ ഈക്വൽ ടു പൈയും എന്താണെന്ന് അറിയാം അല്ലെ? This line represent theta equal to 0 and this line represent theta equal to pi. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ആംഗിൾ 0 കൂടി കൂടി പൈ വരെ എത്തുന്നു. ഓക്കെ, ഇത് എത്ര ഡിസ്റ്റൻസിൽ പോകണം അതാണ് ആറിനെ റെപ്രസെന്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു, ഇഫ് ഐ ടേക്ക് എനി പോയിന്റ് ഓൺ ദിസ് സർക്കിൾ, ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താൽ ഇറ്റ് വിൽ ഹാവ് എ റേഡിയസ് ആർ ആൻഡ് ആൻ ആംഗിൾ തീറ്റ. അപ്പൊ തീറ്റയുടെ കാര്യം ഇപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് മനസ്സിലായി. ഇനി ആർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആറ് എന്താണ് ഇവിടെ വരിക? ഓക്കെ, അപ്പൊ ആറിന്റെ വാല്യൂ എന്താ? ആറ് ഒരു സ്ഥലത്ത് 0 ആവും. 6 0 ആവുക എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്, വേറെ ഒന്നുമില്ല. പിന്നെ ആറിന്റെ വാല്യൂ കൂടി കൂടി 2 വരെ എത്തുന്നു. സോ സപ്പോസ് ദിസ് ഇസ് ദ പോയിന്റ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇത് 1 ഇത് 2 ആണെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ ആണ് ഇവിടെ കിട്ടണേ. ദിസ് ഇസ് ലെങ്ത്. ഈ ലെങ്ത് 2 ആണ്, റേഡിയസ് 2. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് 2 ആൻഡ് തീറ്റ വേരീസ് ഫ്രം 0 ടു പൈ. തീറ്റ 0 ആണ്. ഈ ആംഗിള് ഇത്രയും പോകുന്നു. തീറ്റ 0 പൈ വരെ പോണു. റേഡിയസ് 0 2 വരെ പോണു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ഈ ഫുൾ പോർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ജോമെട്രിക്കലി ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. r varies from 0 to 2 and theta varies from 0 to pi. ഇനിയിപ്പോ ഇവിടെ പൈ ഇൻക്ലൂഡഡ് അല്ല, പൈ എക്സ്ക്ലൂഡഡ് ആണ് അല്ലെ? പൈ എന്നുള്ള വാല്യൂല്. അപ്പൊ നമ്മൾ സാധാരണ എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ അതിനെ ലൈനിന് പകരം ഡോട്ടഡ് ലൈനാണ്, ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട ലൈനാണ് വരയ്ക്കുക. ഓക്കെ, നമുക്കിത് ഈ ഫിഗർ ഒന്നും കൂടി വരയ്ക്കാം. നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു പൈ ഇൻക്ലൂഡഡ് അല്ല അവിടെ. തീറ്റ ലെസ് ദാൻ പൈ അല്ലേ? ഇപ്പൊ ലെസ് ദാൻ കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഡോട്ടഡ് ലൈനാണ് വരയ്ക്കുക. ഇങ്ങനെ ഒരു റീജിയൻ. അപ്പോ ഇതിന്റെ ഉള്ളിലത്തെ ഫുൾ പോർഷൻ ഉണ്ട്. ഇത് ഫുൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ പെൻസിൽ കൊണ്ട് ഫുൾ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു 0 and this dotted line is theta equal to pi. And this radius, ഇവിടുത്തെ ഈ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഈ ലെങ്ത് 2 ആണ്. അപ്പൊ റേഡിയസ് ചെറുതായിട്ട് പിന്നെ 2 വരെ എത്തുന്നു. അപ്പൊ നമുക്ക് ഈ റീജിയൻ, ഉള്ളിലത്തെ റീജിയൻ ഫുൾ ആയിട്ട് കിട്ടും. ഇത് ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ഓക്കെ, നമുക്ക് പ്ലോട്ടിംഗ് ഇനിയും വരും. ഒരു പ്രോബ്ലം കൂടി ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇനി റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് എന്താ നോക്കണം. നമ്മൾ കാർട്ടീഷ്യൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു
we usually write it in Cartesian coordinates നെ എക്സ് വൈ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് പോളാർ കോർഡിനേറ്റ്സിനെ നമ്മൾ ആർ തീറ്റ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സപ്പോസ് ദാറ്റ് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് വിചാരിക്കാം. അതിലൊരു പോയിന്റ് എക്സ് വൈ എടുത്തു. ഓക്കെ, സോ റേഡിയസ് 1 ആണ്, ഇത് 1 ആണ്. ഇതിലൊരു പോയിന്റ് ഇവിടെ എടുത്തു. ഈ പോയിന്റിന് 2 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈയും. സോ ഇറ്റ് മേക്സ് an angle തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ്. ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇതിനെ ജസ്റ്റ് മാർക്ക് ചെയ്യണു, ഒ എ ബി. ഫിഗർ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് കോസ് തീറ്റ എന്താ കിട്ടുക? കോസ് തീറ്റ എന്താ ശരിക്കും? ട്രയാങ്കിൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ വലുതാക്കി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ആംഗിൾ തീറ്റ, ഞാൻ ഇതിനെ ഒ എ ബി എന്ന് മാർക്ക് ചെയ്തു. റേഡിയസ് 1 ആണ്. എയുടെ കോർഡിനേറ്റ്സ് എക്സും വൈ ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. വൈ ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ് വൈ, എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പൊ ഒ ബി ആണ് എക്സ്, എ ബി ആണ് വൈ, ഒ എ അതിന്റെ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പൊ കോസ് തീറ്റ എന്താ ഫോർമുല? കോസ് തീറ്റയുടെ ഫോർമുല എന്താ? adjacent by hypotenuse. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒ ബി ബൈ ഹൈപ്പോടെന്യൂസ് എന്താ? ഒ എ അല്ലെ? അപ്പൊ ഒ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആണ്, ഒ എ എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ സർക്കിളിന്റെ, അപ്പൊ അത് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ സൈൻ തീറ്റ എഴുതുക. സൈൻ തീറ്റ നമുക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഇപ്പൊ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇറ്റ് ഈസ് എ ബി. എ ബി ബൈ ഹൈപ്പോടെന്യൂസ് എന്താ അവിടെ? ഒ എ. അഗെയിൻ എ ബി എന്ന് പറഞ്ഞാൽ വൈ ആണ്, ഒ എ 1. സോ ദിസ് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു സൈൻ തീറ്റ. എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ എടുക്കുക. അവിടെ ഏത് ഒരു പോയിന്റ് എക്സും വൈയും എടുക്കുകയാണെങ്കിൽ എക്സ് റെപ്രസെന്റ് കോസ് തീറ്റ ആൻഡ് വൈ റെപ്രസെന്റ് സൈൻ തീറ്റ. ഓക്കെ, ഇപ്പൊ ഇത് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. ഇൻ ജനറൽ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കാം. ഇൻ ജനറൽ സപ്പോസ് ദിസ് ഇസ് ദ പോയിന്റ് having coordinates x and y and radius 6 ആണ്, 1 അല്ല 6 ആണ്. x എന്ന് പറഞ്ഞ x കോർഡിനേറ്റിലുള്ള ഡിസ്റ്റൻസ്, y എന്ന് പറഞ്ഞ y കോർഡിനേറ്റിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഇപ്പൊ റേഡിയസ് 6 ആണെങ്കിൽ എനിക്ക് ഇവിടെ x എന്താ കിട്ടുക? What will be x and what will be y? R cos theta. Very good. So x will be r cos theta and y will be r sin theta. Okay, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആർ റേഡിയസിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാവും, കോസ് തീറ്റ ആൻഡ് വൈ ഇതാണല്ലോ വൈ ഡിസ്റ്റൻസ്. സോ വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാവും. സോ ദിസ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്. സോ ഗിവൻ എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ, we can always convert it into the polar coordinates r and theta using the relation x equal to r cos theta and y equal to r sin theta. ഇതാണ് നമ്മുടെ റിലേഷൻ. എക്സ് വൈനെ ആറും തീറ്റയിലേക്കും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് സംഭവം കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. എന്താണ്? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആർ സ്ക്വയർ രണ്ടിലും കോമൺ ആണ്. ആർ സ്ക്വയർ ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. എത്രയാണ്? ആർ സ്ക്വയർ. ആർ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടി ആർ സ്ക്വയർ. സോ ദിസ് എംപ്ലൈസ് x square plus y square equal to r square എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. x is r cos theta, y is r sin theta
and x square plus y square equal to r square. അപ്പൊ നമുക്ക് ആറ് എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ ആറ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടെ നമുക്ക് ആറ് കിട്ടും. ആറ് റേഡിയസ് അല്ലേ, റേഡിയസ് എപ്പോഴും പോസിറ്റീവ് അല്ലേ ഉണ്ടാവുക. സോ ആർ ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ. അതേപോലെ തീറ്റ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. സോ ദിസ് എംപ്ലൈസ് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ആർ. ആറ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഗിവൻ ആണെങ്കിൽ എക്സ് ബൈ ആർ ചെയ്താൽ theta cos theta is x by r. So this implies theta is cos theta x by r ആണ്. അപ്പൊ theta എന്തായിരിക്കും? Cos inverse. So theta is cos inverse of x by r. Inverse trigonometric function. നമ്മൾ ഹൈപ്പർബോളിക് ചെയ്ത പോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. theta cos inverse x by r ആണ്. അതേപോലെ sin inverse x by y by r ആണ്. ഏത് റിലേഷൻ വെച്ചിട്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പോളാറിലേക്ക് മാറ്റുക, പോളാർ തന്നിട്ടുണ്ടെങ്കിൽ കാർട്ടീഷ്യനിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ തീറ്റ ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, ഈ കോർഡിനേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇതിൽ വരുന്ന സൈൻ കോസിന്റെ വാല്യൂസ് എങ്ങനെയാണ്? ഫസ്റ്റ് കോർഡിനേറ്റ് നമ്മൾ എടുത്താൽ അവിടെ എക്സും വൈയും എന്താണ്? എക്സും വൈയും ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ. നമ്മൾ ഇങ്ങനെയാ എക്സ് വൈ എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെയാ പോയിന്റ്സ് ഇടുക, 0 1 2 3 4 അങ്ങനെയല്ലേ. ഇപ്പുറത്തേക്ക് വരുമ്പോ എങ്ങനെയാ -1 -2 -3 ഇങ്ങനെയല്ലേ പോയിന്റ്സ്. ഇവിടെ 1 2 3 4, ഇവിടെ -1 -2 -3 -4 അല്ലേ. So if I divide this into 4 quadrants, നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? ഫസ്റ്റ് കോർഡിനേറ്റിൽ എക്സും വൈയും എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റില് എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റില് എക്സും വൈയും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റില് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ തീറ്റ ഇടയ്ക്ക് ആംഗിൾ എഴുതുമ്പോ അതും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴാ വരിക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. കൺവേർട്ട് ഫ്രം കാർട്ടീഷ്യൻ ടു പോളാർ കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് ആണ് 2 - 4. 2 - 4 എന്ന് പറയുന്നത് നമുക്ക് കാർട്ടീഷ്യൻ ആണ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ്. പോളാറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഗിവൻ ഇസ് ഇൻ കാർട്ടീഷ്യൻ. കാർട്ടീഷ്യൻ തന്നിട്ടുണ്ട്. കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു -4 എന്ന് കിട്ടി. Our aim is to find r and theta. r and theta ആണ് നമ്മുടെ പോളാർ. r ഉം തീറ്റയും എന്താന്ന് കണ്ടുപിടിക്കണം. So we know that x square plus y. ആദ്യം നമ്മൾ റിലേഷൻ, ഫസ്റ്റ് റിലേഷൻ എഴുതാം. എന്താ നമ്മുടെ ഫസ്റ്റ് റിലേഷൻ? x ഈക്വൽ ടു r cos തീറ്റ, y ഈക്വൽ ടു r sin തീറ്റ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച റിലേഷൻ. പിന്നെ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് ദിസ് എംപ്ലൈസ് ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എന്താ 2 ആണ് തന്നിട്ടുണ്ട്. സോ 2 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ എത്രയാ? 4 സ്ക്വയർ 16 പ്ലസ് 4 20. സോ ഇറ്റ് ഈസ് റൂട്ട് 20. റൂട്ട് 20നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 2√5 എന്ന് എഴുതാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. 6 2√5 എന്ന് കിട്ടി. ഇനി നമുക്ക് ആറും തീറ്റയും കണ്ടുപിടിക്കണല്ലോ. ഇതാണ് നമ്മുടെ പ്രോബ്ലം. യു ഹാവ് ടു ഫൈൻഡ് ആർ ആൻഡ് തീറ്റ. 6 കിട്ടി. ഇനി തീറ്റ കാണണമെങ്കിൽ നമുക്ക് ഏത് റിലേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുണ്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പൊ ഇവിടുന്ന് നമുക്ക് പറയാം കോസ് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ആർ. എക്സ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 2 ആണ്. ആർ ഇപ്പൊ നമുക്ക് കിട്ടി 2/√5 ആണ്. 2√5 ആണ്.
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/√5. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു 1/√5 എന്ന് കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് 1/√5. കോസ് ഇൻവേഴ്സ് ഓഫ് 1/√5 നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിൾസ് യൂസ് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ നോക്കിയിട്ട് നമ്മളിവിടെ സൈൻ കൂടി നോക്കണം. കണ്ടോ, x2ഉം y -4 ആണ്. ഓക്കെ, എക്സ് പോസിറ്റീവും y നെഗറ്റീവും ആണ്. അപ്പോ ഈ കേസിൽ നമുക്ക് തീറ്റ ശരിക്കും നമ്മൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/√5 കിട്ടുമ്പോൾ നമുക്ക് വരിക 1.107 എന്നാണ്. പക്ഷെ നമ്മളിവിടെ തീറ്റ നെഗറ്റീവ് ആയിട്ട് എടുക്കണം, കാരണം ഇത് 4th ക്വാഡ്രന്റിലാണ് വരുന്നത്. എക്സ് പോസിറ്റീവും y നെഗറ്റീവും എന്ന് പറയുമ്പോൾ 4th ക്വാഡ്രന്റിലാണ് ഇത് ലൈ ചെയ്യുന്നത്. അപ്പൊ 4th ക്വാഡ്രന്റിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു തീറ്റയാണെങ്കിൽ അതിന്റെ മൈനസ് തീറ്റ ആയിട്ടാണ് ഇത് വരിക. ദിസ് ഇസ് എ 4th ക്വാഡ്രന്റ്. അപ്പൊ നമ്മുടെ തീറ്റയുടെ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റയില് മൈനസ് സൈൻ എടുക്കണം. അപ്പൊ നമുക്ക് ആർ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടിയ ആൻസർ? ആർ നമുക്ക് എന്താ കിട്ടിയ? 2√5 and theta is -1.107. അപ്പൊ നമ്മള് കാർട്ടീഷ്യനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഇൻ ദ സെയിം വേ നമുക്ക് ക്വസ്റ്റ്യൻ വരാം പോളാറിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നോക്കാം. പോളാർ ടു കാർട്ടീഷ്യൻ. So the given one is 6 minus 5/8. അപ്പം നമുക്ക് തന്നിക്കുന്നത് പോളാറിലാണ്. പോളാറിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്ന വാല്യൂസ് നമുക്കറിയാം. പോളാറിലായ കാരണം ആണ് ഫസ്റ്റ് വൺ. ആർ തീറ്റയാണ് ജനറൽ ഫോം. സോ r = 6, റേഡിയസ് 6 ആണ്. പിന്നെന്താണ്? തീറ്റ ഈക്വൽ ടു -π/8. സോ തീറ്റ ഇവിടെ -π/8 എന്നുള്ള ആംഗിൾ ആണ് നിൽക്കുന്നത്. സോ അഗെയിൻ നമുക്കറിയാം തീറ്റ -π/8 r 6 ആണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാം. വി ഹാവ് ദ റിലേഷൻ x = r cos theta, y = r sin theta. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റയുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ വേണം ചെയ്യാൻ. സോ r = 6 cos of -π/8. കോസ് എന്ന് പറഞ്ഞ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. Cos of -θ is cos theta itself. And sin is an odd function. Sin of -θ is -sin theta. Okay. അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. ഞാനിവിടെ ആൻസർ ഇടാം. ഇറ്റ് ഇസ് 5.5433. ഇനി y ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ സൈൻ തീറ്റ ആയ കാരണം 6 sin of -π/8. സൈൻ ഓഫ് -θ മൈനസ് സൈൻ തീറ്റ ആയ കാരണം മൈനസ് വരും. -6 sin π/8 എന്ന് വരും. മൈനസ് സൈൻ ഔട്ട്സൈഡ് എടുത്തിട്ട് ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്ക് -6 sin of π/8 എന്ന് എഴുതാം. കോസ് ഓഫ് -θ കോസ് തീറ്റ ആയ കാരണം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ വരിക 2.2961 ആണ്. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. സോ പോളാറിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എക്സും വൈയും ഇതാണ്. and y is 2961. Again, ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ്. 4th ക്വാഡ്രന്റിലാണ് കിടക്കണേ. അപ്പൊ 4th ക്വാഡ്രന്റിൽ കിടക്കുകയാണെങ്കിൽ തീറ്റ നെഗറ്റീവ് ആയിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെയായിരുന്നു, തീറ്റ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. അപ്പൊ ഇതേപോലെ അപ്പൊ ഈ ഫോർമുല മാത്രം x = r cos θ, y = r sin θ യൂസ് ചെയ്ത് നമുക്ക് പോളാറിനെ കാർട്ടീഷ്യനിലേക്ക് മാറ്റാം. അതേപോലെ കാർട്ടീഷ്യനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സൈൻ തീറ്റ കോസ് തീറ്റയുടെ കുറച്ച് വാല്യൂസ് ആണ്.
നിങ്ങൾ ടാൻ ഈ റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നും കൂടി ഒന്ന് നോക്കുക. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അതേപോലെ കോടാൻജന്റ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റയാണ്. സോ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. സീക്കൻഡ് സീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് തീറ്റയാണ്, റെസിപ്രോക്കൽ ഓഫ് കോസ് തീറ്റ. കൊസീക്കൻഡ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ. അതേപോലെ ഈ വാല്യൂസ് എങ്ങനെയാ വരുന്നത്? സൈൻ π/4 കോസ് π/4 അങ്ങനെയുള്ള വാല്യൂസ് എങ്ങനെയാ വരേണ്ടതെന്ന് നമുക്ക് ട്രയാങ്കിൾ എടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കോസ് 0 1 ആണ്, സൈൻ 0 0, സൈൻ 2π 0. അപ്പൊ 30 എന്താണ്, 45 എങ്ങനെയാണ്? അപ്പൊ ഇപ്പൊ നമുക്ക് ജിയോമെട്രിക്കലി വ്യൂ ചെയ്യാം എങ്ങനെയായിരിക്കും റേഡിയസ് ആർ തീറ്റ ഒക്കെ എങ്ങനെയായിരിക്കും എന്ന്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് നിങ്ങളിത് പഠിച്ചിട്ടില്ലേ? തീറ്റ 30 45 60 90 വാല്യൂസ്. അപ്പൊ അതൊന്നും കൂടി ഒന്ന് റെഫർ ചെയ്തോളൂ, ഒന്നും കൂടി ഒന്ന് ഓർക്കുക. അത് നല്ലതായിരിക്കും. നമ്മളിവിടെ പ്ലോട്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ആറും തീറ്റയും കൺവേർട്ട് ചെയ്യണേൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾക്ക് എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലോട്ട് ചെയ്യണതാണ്. 2 less than or equal to r less than 3 and minus π/2 less than or equal to theta less than or equal to π. മൈനസ് π/2 പൈയിലേക്ക് തീറ്റ പോണു, മൈനസ് π/2 പൈയിലേക്ക് തീറ്റ പോണു. റേഡിയസ് 2 നിന്നും 3 വരെ പോണു. ഇപ്പൊ 0 തൊട്ടിട്ടില്ല, റേഡിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ്. r equal to 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? r റേഡിയസ് ആയിട്ടുള്ള തീറ്റ 0 to 2π ആണെങ്കിൽ r equal to 2 എന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആയിട്ടുള്ള ഒരു സർക്കിൾ. r equal to 3 എന്ന് പറഞ്ഞാൽ 3 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിട്ട് വരും. ഇനി r lies between 2 and 3 എന്ന് പറഞ്ഞാൽ എന്താ? ഈ റീജിയൻ വരും, 2 3 ഇടയിൽ കിടക്കുന്ന റീജിയൻ. മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, സപ്പോസ് തീറ്റ 0 to 2π ആണ് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇതിലേക്ക് എത്തും. തീറ്റ 0 to 2π ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ r equal to 2 എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ, r equal to 3 എന്ന് പറഞ്ഞാൽ 3 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ, r less than or equal to 2 less than 3 എന്ന് പറഞ്ഞാൽ 2 3 ഇടയിൽ കിടക്കണ ഈ ഒരു റീജിയൻ വിത്ത് ഇവിടെ ഇക്വാളിറ്റി ഇല്ല 3ക്ക്. അപ്പോ ലാസ്റ്റ് സർക്കിൾ നമ്മൾ ഡോട്ടഡ് വരയ്ക്കണം. ഓക്കെ, ഇനി തീറ്റനെ കുറിച്ച് പറയാം. തീറ്റ 0 to 2π ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സർക്കിൾ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 0 to 2π അല്ല, മൈനസ് π/2 to π ആണ്. അപ്പൊ അതെന്താ? തീറ്റ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മൈനസ് π/2 വരിക. കേൾക്കുന്നില്ലേ ആരും? തീറ്റ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? ഫിഗറിൽ എന്താ വരിക? വെരി ഗുഡ്. ഇതാണ് തീറ്റ മൈനസ് π/2. മുകളിലേക്ക് തീറ്റ π/2, താഴേക്ക് തീറ്റ മൈനസ് π/2. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2π ആഡ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ 2π മൈനസ് π/2 എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. 3π/2 തന്നെയാണ്. ഓക്കെ, അങ്ങനെ നോക്കാം. ഇത് നമുക്ക് കിട്ടി തീറ്റ ഇസ് മൈനസ് π/2. ഇതാണ് തീറ്റ ഈക്വൽ ടു പൈ. നമുക്കറിയാം ഇതാണ് അല്ലെ, തീറ്റ ഈക്വൽ ടു പൈ ഇതാണ്. ഇനി തീറ്റ എങ്ങനെയാ പോണേ? മൈനസ് π/2 ആദ്യം വാല്യൂ എടുക്കണു, പിന്നെ അവിടുന്ന് കൂടി 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 എന്ത് വരെ എത്തണ്ട്? തീറ്റ പൈ വരെ എത്തുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. മൈനസ് π/2 കൂടി കൂടി വന്ന് പൈ വരെ എത്തുന്നു. ഇതാണ് ഡയറക്ഷൻ. നമ്മുടെ ഫിഗറിൽ ഈ ആംഗിൾ മൈനസ് π/2, പിന്നെ ആംഗിൾ ഇങ്ങനെ ഇങ്ങനെ കൂടി കൂടി കൂടി
ഇവിടെ വരെ എത്തുന്നു, പൈ വരെ എത്തുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആറും തീറ്റയും സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരു ഫിഗറിൽ വരയ്ക്കണം. 6 2 to 3 ആണ് പോണത്. പക്ഷെ തീറ്റ ഫുള്ള് പോണില്ല, നമുക്ക് സർക്കിൾ ആയിട്ട് കിട്ടില്ല. തീറ്റ 0 to 2π ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വരച്ച ഫിഗർ പോലെ വരും, 0 to 2π ആണെങ്കിൽ. പക്ഷെ 0 to 2π അല്ല, ഈ പോർഷൻ ഇല്ല അവിടെ, അല്ലെ? ഈ തേർഡ് ക്വാഡ്രന്റ് ഇല്ല. 1 to 4 ക്വാഡ്രന്റ്സേ ഉള്ളൂ. അതില് 6 2 to 3 നമ്മൾ വരയ്ക്കണം. നമ്മളിത് എങ്ങനെ വരയ്ക്കും? അങ്ങനെയായി. ഇനി -π/2 ഉണ്ട് നമ്മുടെ കയ്യില്. തീറ്റ ഈക്വൽ ടു -π/2, തീറ്റ ഈക്വൽ ടു π. ഇനി നമുക്ക് r ഈക്വൽ ടു 2 മാർക്ക് ചെയ്യണം. 2 ഉള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കുക. r ഈക്വൽ ടു 2. 3 നമുക്ക് മനസ്സിലായി ഡോട്ടഡ് ലൈൻ ആണ് എന്നുള്ളത്. നമുക്ക് ഇത് -π/2 തുടങ്ങണ കാരണം ഇവിടെ വരുന്നുണ്ട്. അപ്പോ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റീജിയൻ. ഈ കളർ ഞാൻ കാണിക്കുന്നതാണ് നമ്മുടെ റീജിയൻ. നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആർ മുകളിലത്തത് r ഈക്വൽ ടു 3 ആണ്, രണ്ടാമത്തത് r ഈക്വൽ ടു 2 ആണ്. അപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 3. ലെസ് ദാൻ 3 ആയ കാരണം ഞാൻ ഡോട്ടഡ് ലൈൻ വരച്ചു. പിന്നെ r 0 ഒന്നും ആവുന്നില്ല. r 0 ആണെങ്കിൽ എനിക്ക് തുടക്കം തൊട്ട് കിട്ടും. r 2 വരുന്നുള്ളൂ. അപ്പൊ 2 ഉള്ള ലൈൻ ഞാൻ വരച്ചു. തീറ്റയുടെ വേരിയേഷൻ ഇത് സർക്കിൾ പോലെ വരണം കേട്ടോ വരയ്ക്കുമ്പോ. ഓക്കെ. പിന്നെ തീറ്റയുടെ വേരിയേഷൻ ഇത് -π/2 to π. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹലോ. ഓക്കെ. അപ്പം ജിയോമെട്രി ചെയ്യാൻ അത്ര ഡയറക്റ്റ് അല്ല, എന്നാലും നിങ്ങൾ ഉള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ജിയോമെട്രി പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മാത്സ് പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് r തീറ്റ ഇതൊക്കെ നമ്മൾ ഈ സെമസ്റ്ററിലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമുക്ക് അടുത്ത സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലൊക്കെ കുറെ ഫിഗേഴ്സും അങ്ങനെയൊക്കെ വരും. അപ്പോഴൊക്കെ നമുക്ക് ബേസ് അറിയണം. ബേസ് അറിഞ്ഞാലേ നമുക്ക് ഹയർ മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഒക്കെ വരും. അതിനുവേണ്ടി ഇവിടെ നമ്മൾ ജിയോമെട്രി നന്നായി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. നമുക്കിത് എക്സാമിനേഷന് ഈ പാട്ട് എനിക്ക് തോന്നുന്ന പാർട്ട് എയില് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അധികം ഇതില്ലേ. ഇപ്പൊ ചിലപ്പോൾ ഒരു കൺവേർഷൻ വരാം, പോളാർ ടു കാർട്ടീഷ്യൻ. പിന്നെ പ്ലോട്ടിംഗ് അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് മാത്തമാറ്റിക്കലി പോയിന്റ് ഓഫ് വ്യൂല് പ്ലോട്ടിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ടെക്സ്റ്റ് പ്രോബ്ലംസ് കാർട്ടീഷ്യൻ ടു പോളാർ ചെയ്യാനുള്ളത് ഒക്കെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 22 വരെ ഉണ്ടാവും. പിന്നെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുത്തത് കാൽക്കുലേറ്റർ ഡിസ്കഷൻ ആയിട്ടില്ല, അത് വരെയുള്ളത് നോക്കാം. നെക്സ്റ്റ് ഒരു ക്ലാസ് വെനസ്ഡേയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ 5th ചാപ്റ്റർ 5.1 കഴിയും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.